بسم الله الرحمن الرحيم حبيبنا حبيبنا ألف صلى الله على قمر الكمال حبيبنا من سكن طيبا من سكن طيبا ونال ذر المعالي ألف صلى الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الضر من ورمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلم أمة سيدنا ومولانا محمد. إن أول ما افترض الله على الناس من دينهم الصلاة، وآخر ما يبقى الصلاة، وأول ما يحاسبون به الصلاة. يقول الله سبحانه وتعالى: انظروا في صلاة عبدي فإن كانت تامة كتبت تامة، وإن وجدت ناقصة قال انظروا هل له من تطوع
فإن وجد له تطوع تمت الفريضة من التطوع ثم قال انظروا هل زكاته تامة فإن وجدت زكاته تامة كتبت تامة وإن كانت ناقصة قال انظروا هل له من صدقة فإن كانت له صدقة تمت له زكاته من الصدقة صدق محمد رسول الله صلى الله عليه وسلم. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രാസ്ഥാനിക നേതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ എന്ന പ്രമേയത്തിൽ നാം നടത്തിവരുന്ന റമദാൻ പ്രഭാഷണം അതിൻ്റെ മലപ്പുറം ജില്ലയുടെ പരിപാടിയിൽ രണ്ടാം ദിവസമാണ് നാം ഒത്തുകൂടുന്നത്. ഈ 3 ദിവസത്തേക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വിഷയം ഇന്നലെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുനബിയുടെ പ്രഭാഷണങ്ങൾ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് വഅദ് പറഞ്ഞു എന്നും ഞങ്ങളോട് പ്രസംഗിച്ചു എന്നും മിമ്പറിൽ കയറി പറഞ്ഞു എന്നും ഒക്കെ പറയുന്ന ധാരാളം ഹദീസുകൾ, വർഷങ്ങളോളം പറഞ്ഞാൽ തീരാത്തത്ര വിശാലമാണ് ഈ വിഷയം. 3 ദിവസത്തിനുള്ളിൽ ഏതാനും ചില ഹദീസുകൾ ഇങ്ങനെ നോക്കിക്കണ്ട് ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ പിന്നെയും തുടരാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എത്ര പ്രൗഢമായ പ്രഭാഷണങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാക്കിൽ നിന്ന് ഉമ്മത്തിന് ലഭിച്ചത്. ആ വാക്കുകളിൽ ഒന്നും പതിരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഭാഷണങ്ങൾ എല്ലാം അത് ആരുറപ്പുള്ളതാണ്. മാത്രമല്ല ആശയ പ്രപഞ്ചങ്ങൾ വഹിച്ചുകൊണ്ടുള്ള കലിമത്തുകളാണ് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്. എപ്പോഴും നീണ്ട പ്രഭാഷണങ്ങളല്ല, ചിലപ്പോഴൊക്കെ ഹ്രസ്വമായ പ്രഭാഷണങ്ങൾ, 1 മിനിറ്റ് കൊണ്ട് നടത്തിയ പ്രഭാഷണങ്ങൾ കാണാം. അതിങ്ങനെ പറഞ്ഞു തീർക്കാൻ 1 മിനിറ്റ് സമയം പിടിക്കൂ. ചിലപ്പോൾ 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരിക്കും, ചിലപ്പോൾ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണം 1 ദിവസം മുഴുക്ക നീണ്ടു നിന്ന പ്രഭാഷണവും ഉണ്ട്. ഇന്ന് അതിലെ ചില വാക്കുകൾ പരാമർശിക്കാൻ പോകുന്നുണ്ട്. രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്ന് വേറെ ഒരു പരിപാടിയുമില്ല. എല്ലാ സംഗതികളും വളരെ ഗൗരവപൂർവം വരാനിരിക്കുന്ന സകല കാര്യങ്ങളും ആ ഒരു പ്രസംഗത്തിൽ അടങ്ങിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും നമ്മെ പഠിപ്പിക്കുന്നതും കാണാം. എന്നാൽ ചിലപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് നടത്തിയ പ്രഭാഷണങ്ങൾ, ഹജ്ജത്തുൽ വദാഇലൊക്കെ നടത്തിയ ഹ്രസ്വമായ പ്രഭാഷണം, അതിലുമുണ്ടാകും ഇസ്ലാമിന്റെ കാതലായ വശങ്ങളെല്ലാം. അപ്പൊ സന്ദർഭത്തിനനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ തിരക്ക്, ജനങ്ങളുടെ ഒഴിവ്, ജനങ്ങളുടെ ആവശ്യം, ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടാണ് പ്രഭാഷകർ പ്രഭാഷണം നടത്തേണ്ടത് എന്ന പാഠം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംദ് പറഞ്ഞു, അള്ളാഹുവിനെ ഒരുപാട് സ്തുതിച്ചു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ ഹംദ് ചെയ്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാരംഭ മുറകളോടെ തുടങ്ങിയ പ്രഭാഷണങ്ങളുണ്ട്. അതൊന്നുമില്ലാതെ നേരെ അങ്ങ് എഴുന്നേറ്റ് നിന്ന് കാര്യം പറഞ്ഞ പ്രഭാഷണങ്ങളുമുണ്ട്. നമുക്ക് മാതൃകയാണ്. വെള്ളിയാഴ്ച വയലു പറയുന്ന സമയത്ത് ഹംദും സലാത്തും ഒക്കെ ചൊല്ലി ഒരു 2-3 മിനിറ്റ് ഹംദും സലാത്തും ചൊല്ലി 2 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ അവിടെ ഒന്നിരിക്കൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഹംദും സലാത്തും ചൊല്ലുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണത്തിൽ ഇടപെടാകുന്നതാണ്. നമ്മെ പഠിപ്പിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരം സംഗതികള്, അത്തരം ശീലങ്ങള് ആരാണോ പ്രാവർത്തികമാക്കുന്നത് അവിടെ പലപ്പോഴും ജനങ്ങൾ തടിച്ചുകൂടുന്നതും ചില ഖത്തീബുമാർ പെട്ടെന്ന് എഴുന്നേറ്റായിരിക്കും എന്തോ പുതുമയുള്ള ഒരു കാര്യം പറയുന്നത് പോലെ പറയുന്നത്. എല്ലാവരും കേൾക്കുന്നു, അത് കേട്ടിട്ടേ എല്ലാവരും ഇറങ്ങിപ്പോകൂ. അപ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലേക്കും പ്രഭാഷണം എങ്ങനെ നടത്തണം എന്നതിന് എല്ലാ മാതൃകകളുമുണ്ട്. പക്ഷേ ഇവിടെ അതല്ല നമ്മൾ റമദാൻ പ്രഭാഷണം കൊണ്ട് ലക്ഷ്യം വിട്ടത്. സയ്യിദുനാ റസൂലുള്ളാഹി പ്രൗഢമായി അവതരിപ്പിച്ച പ്രഭാഷണങ്ങളുടെ അകക്കാമ്പുകളാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇന്നലെ ഷഹ്റു റമദാനിനെ കുറിച്ച് റസൂലുള്ള നടത്തിയ പ്രഭാഷണങ്ങളാണ് ഇന്നലത്തെ പ്രഭാഷണത്തിൽ നാം കേട്ടത്. ഇന്ന് ഏതാനും ചില വിഷയങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വളരെ കാര്യഗൗരവമുള്ള ചില കാര്യങ്ങളാണ് ഇന്നിവിടെ ഉണർത്തുന്നത്. തുടക്കം നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്ലാമിക ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ പ്രധാനപ്പെട്ട ആരാധന നിസ്കാരം എന്നുള്ളതാണ്. പരിശുദ്ധമായ നിസ്കാരം. ആ നിസ്കാരത്തെക്കുറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിമ്പറിൽ കയറിയിട്ട് നടത്തുന്ന പ്രഭാഷണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. സഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൽ മിമ്പർ ഫഖാൽ, അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിൽ കയറിയിട്ട് ഞങ്ങളോട് നടത്തിയ ഒരു പ്രഭാഷണം അബ്ദുല്ലാഹി ഇബ്നു അംർ പരിചയപ്പെടുത്തുകയാണ്. ലാ ഉഖ്സിം സുമ്മ നസല. മിമ്പറിലേക്ക് അങ്ങ് കയറി. ഇത് ജുമുഅയുടെ ഖുതുബ നിർവഹിക്കുമ്പോൾ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് പള്ളിയിലേക്ക് അങ്ങ് കയറി വന്നിട്ട് എല്ലാവരും ബേജാറോടെ അങ്ങനെ നോക്കി നിൽക്കാൻ. എന്താണാവോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് അത്ര സുഖകരമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവു ശീലങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കുകയാണ്. നബി തങ്ങൾ വന്നു, ആരും ഒന്നും മിണ്ടുന്നില്ല, ബേജാറാണ്. സഹാബത്ത് പറഞ്ഞു, നബിയെ പോരുന്ന വഴിക്ക് ആരോ തങ്ങളെ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വിചാരിച്ചോ, തങ്ങളെ മാനസികമായോ ശാരീരികമായോ ആരെങ്കിലും നോവിച്ചെങ്കിൽ ആ വിഷയം ഒന്ന് പറയൂ തങ്ങളെ. വാള് എല്ലാ സ്വഹാബത്തും കയ്യിലെടുത്തുകൊണ്ട് അവരുപയോഗിച്ചിരുന്ന കൈവാള്, അത് എപ്പോഴും അവരുടെ ഒരു സംസ്കാരമായിരുന്നു, അറബികളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി വെച്ചിരുന്ന വാള്. ആ വാള് കയ്യിലെടുത്തുകൊണ്ട് അവർ പറഞ്ഞു, പറയൂ തങ്ങളെ, തങ്ങളെ ആരെങ്കിലും നോവിച്ചെങ്കിൽ ലഅംളൈനാ ഖൗലക ഫീഹിം യാ റസൂലല്ലാഹ്, ലഅംളൈനാ ഖൗലക ഫീഹിം യാ റസൂലല്ലാഹ്. അവരുടെ വിഷയത്തിൽ തങ്ങള് എന്തൊരു പ്രഖ്യാപനമാണോ നടത്തുന്നത് അത് നടത്താൻ, അത് പൂർത്തീകരിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ മടിയുള്ളവരല്ല ഞങ്ങളത് നടത്തിയിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ മിമ്പറിലേക്ക് അങ്ങ് കയറി, ഒന്നും പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് ഒന്നാമത്തെ ഒരു ചോദ്യം ഹബീബ് റസൂലുള്ളാഹി അങ്ങ് ചോദിച്ചിടുകയാണ്. മൻ അന, ഞാൻ ആരാണ്? ഞാൻ പറഞ്ഞു വരുന്ന ഹദീസല്ല ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബക്ക് മാത്രമേ മെമ്പറിൽ കയറുള്ളൂ, അപ്പോഴേ പ്രസംഗിക്കുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അതിന് മറ്റൊരു ഉദാഹരണം പറയാം, പക്ഷേ അത് നബി തങ്ങളുടെ പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മപ്പെടുത്തേണ്ടതാണെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അങ്ങ് കയറിയിട്ട് ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്? ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാൻ ആരാണ്? സ്വഹാബത്തിന്റെ മറുപടി, അൻത റസൂലുള്ളാഹ്
നബിയെ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ആഹാ, അല്ലാഹുവിന്റെ റസൂലാണ്. അത് നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോഴും ഇഖാമത്ത് കൊടുക്കുമ്പോഴൊക്കെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഷഹാദത്ത് കലിമ ചൊല്ലിയവരാ, അതെനിക്കറിയാം. ഞാൻ ചോദിച്ചതിനുള്ള ആൻസറാ കിട്ടേണ്ടത് മൻ അന, ഞാനാരാ. അപ്പോൾ ഇവർക്ക് തോന്നി റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മഹത്വം റിസാലത്ത് തന്നെയാണ്. അതിന് പറയേണ്ട മറുപടി അതാണ്. അതിന് ശരിയായില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും വാപ്പായുടെ പേരും ഒക്കെ പറയണമെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു അൻത മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, നബിയെ തങ്ങൾ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാന്റെയും റസൂലുള്ളാഹിയുടെയും പേര് ചേർത്ത് പറഞ്ഞു. അങ്ങനെയാണോ പറയേണ്ടത് എന്ന് കരുതിയിട്ട് റസൂലുള്ളാഹി അതാണോ ഉദ്ദേശിച്ചത്? നബി തങ്ങൾ പറഞ്ഞു ഞാൻ ആരാണെന്നാ ചോദിച്ചത്, അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഞാൻ ആരാന്ന് ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ടില്ല. അതെന്റെ പേര്, എൻ്റെ വാപ്പാന്റെ പേര്. അപ്പോഴാണ് അവർ പറഞ്ഞത് നബിയെ ഇതിനപ്പുറം ഒരു മറുപടി ഇനി തങ്ങൾ പറഞ്ഞു തരണം, ഞങ്ങൾക്കറിയില്ല, ഇനി തങ്ങൾ പറഞ്ഞു തരിക. ഇതിനപ്പുറത്ത് വല്ല മറുപടിയും തങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണത്? അവിടെ നിന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഞാൻ ആരാണെന്ന് നിങ്ങളിൽ പലരും തിരിച്ചറിയാത്തവർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. മുനാഫിക്കുകളായി സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഒരുപാട് ആളുകളുണ്ട്, ഇന്നുമുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയും ചെയ്യും. അത് നിലനിൽക്കുകയും ചെയ്യും. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന അധ്യായമുള്ള കാലത്തോളം, കാഫിറൂൻ എന്ന അധ്യായമുള്ള കാലത്തോളം, മുഅ്മിനൂൻ എന്ന അധ്യായമുള്ള കാലത്തോളം ഇതിന് വക്താക്കൾ ഇവിടെ മുറിഞ്ഞു പോകൂല. അതെന്നും ഉണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ സദസ്സിലുണ്ട് ഞാൻ ആരാന്ന് മനസ്സിലാക്കാത്തവർ. ഞാൻ പറയുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അന താജുൽ അവ്വലീന വൽ ആഖിരീൻ, ഞാൻ ആദ്യത്തവരുടെയും അവസാനത്തവരുടെയും കിരീടമാണ്. ഞാൻ ലോകത്തുള്ള സർവ്വ ജനങ്ങളുടെയും നേതാവാണ് ഞാൻ. അന സയ്യിദു വുൽദി ആദം വലാ ഫഖർ വലാ ഫഖർ വലാ ഫഖർ. ഓരോ വാക്കുകളോടും അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കൂട്ടി വെക്കുകയാണ്. വലാ ഫഖറ, ഇത് ഞാൻ എന്റെ സ്വയം അന്തസ്സ് പറഞ്ഞു ഞെളിയുകയല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ സ്വന്തം വ്യക്തി പരിശുദ്ധി പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരാളാവാൻ ശ്രമം നടത്തുകയല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു എനിക്ക് തന്ന സ്ഥാനങ്ങൾ എടുത്തു പറയുകയാണ്. അങ്ങനെ ഇങ്ങ് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തുടരുകയാണ്. ഒരു വലിയ ഹദീസാണ്, ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആദ്യമായി കടക്കുന്നത് ഞാനാണ്. വലാ ഫഖറ പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു വ അന അവ്വലു മൻ യുഹർരികു ഹൽഖത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലിന്റെ കൊളുത്ത് ആദ്യമായി പിടിച്ച് കുലുക്കുന്നത് ഔദ്യോഗികമായിട്ട് ഞാനാണ്. വ അന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന, ഞാനാണ് സ്വർഗ്ഗത്തിന്റെ വാതിലിൽ ആദ്യമായി മുട്ടുക. സയ്യിദുനാ റസൂലുള്ളാഹി വലാ ഫഖർ. ഇതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്വയം ഞെളിയുകയല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും തുടരുന്നു. പിന്നെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുന്നു. വ അന അവ്വലു മൻ യുബ്അസു മിനൽ ഖുബൂർ, ആദ്യമായിട്ട് ഖബറിൽ നിന്ന് പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന വ്യക്തി ഞാനാണ്. വ അന അവ്വലു മൻ യർഫുദു തുറാബ അൻ റഅസിഹി, തലയിൽ നിന്ന് ആദ്യം മണ്ണ് തട്ടിക്കൊട്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യൻ ഞാനായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി ഇതിങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പറഞ്ഞു വ അന അവ്വലു ശാഫിഇൻ വ മുശഫ്ഫഅ, ആദ്യമായിട്ട് ശഫാഅത്തിന് അപേക്ഷിക്കുന്നതും ആദ്യമായിട്ട് റെക്കമെൻഡിനുള്ള അനുമതി ലഭിക്കുന്നതും എനിക്കായിരിക്കും. തീർച്ചയാണ് ഞാൻ ശഫാഅത്ത് ചെയ്യുക തന്നെ ചെയ്യും, ഞാൻ റെക്കമെൻഡ് ചെയ്യുക തന്നെ ചെയ്യും. ചെയ്തുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടവരെ ഞാൻ റെക്കമെൻഡ് ചെയ്തു രക്ഷിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹത്താ യശ്ഫഅ മൻ അശ്ഫഉ ലഹു, ഞാൻ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുന്നയാള് അയാൾക്ക് ഇഷ്ടമുള്ളവരെ ശഫാഅത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തും. ഈ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഫയതതാവലു ലഹാ ഇബ്ലീസുൽ അബാലിസ്, ഈ ശഫാഅത്തിൽ എല്ലാ കേടികളും നരകത്തിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിയുടെ ശഫാഅത്തുൽ ഉദ്മ കിട്ടി രക്ഷപ്പെട്ട് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഇബ്ലീസ് അടക്കം അവൻ എത്തി നിൽക്കും, എത്തി നോക്കും.
നരകത്തിൽ നിന്ന് എത്തി നോക്കും. എന്തിന്? എനിക്കും ഷഫായത്ത് കിട്ടുമോ ആവോ എന്ന് കരുതിയിട്ട് റജാ അൻ തുസീബഹു, അവനും ഷഫായത്ത് ലഭിക്കുമോ എന്ന പ്രതീക്ഷയിൽ അവൻ എത്തി ഇങ്ങനെ നോക്കും. ഇതാണ് ഇതിന്റെ സത്യമെങ്കിൽ ഞാൻ അറിഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലാരോ, ഈ സദസ്സിലാരോ ഒരാള് ഞാനുമായുള്ള കുടുംബ ബന്ധത്തിന് 5 കാശിന്റെ ഉപകാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം കേട്ടിട്ടാണ് ഞാൻ ഇത്രയും കടുപ്പത്തിൽ ഇവിടെ വന്ന് ഇത് അവതരിപ്പിക്കാനുണ്ടായ കാരണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഖിദ്മ ചെയ്തിരുന്ന ബർറ റളിയല്ലാഹു അൻഹ, ആ പാവപ്പെട്ട പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി, ഒരു കൊച്ചു ബാലിക. ആ പെൺകുട്ടി പുറത്തുകൂടെ അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു മുനാഫിക്കായ മനുഷ്യൻ കണ്ടു. ആ പെൺകുട്ടിയുടെ 1 or 2 തലനാരുകൾ പുറത്തു കണ്ടു തട്ടത്തിനുള്ളിലൂടെ. അപ്പൊ കർശനമായ ഭാഷയിൽ, കുറച്ച് കടുത്ത ഭാഷയിൽ ഇയാൾ അവിടെ നിന്ന് പറഞ്ഞു, നിന്റെ തലനാരുകൾ ശരിക്ക് തട്ടം കൊണ്ട് മറച്ചു പിടിച്ചോ, നിനക്കൊരു വെപ്പുണ്ടാകും. മുഹമ്മദിന്റെ വീട്ടിലെ ഖാദിമത്തല്ലേ, മുഹമ്മദ് നിനക്കൊരു ചുക്കും ചെയ്തു തരും അള്ളാഹുവിന്റെ അടുത്ത് എന്ന് കരുതണ്ട, അതിന് പറ്റൂല. ഇതില് ഹാലിളകിയിട്ട് ആ സയ്യിദുനാ റസൂലുള്ളാഹി വരുന്നത്. ആരാണ് റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കാത്ത മുനാഫിൽ ഇന്നും സമൂഹത്തിൽ ധാരാളമുണ്ട്. ഇന്നും ഇത് തിരിച്ചറിയാത്തവർ ധാരാളമുണ്ട്. ആരെ പറഞ്ഞു ഞാനുമായുള്ള ഒരു ബന്ധം അത് ഫലപ്പെടൂല എന്ന് പറഞ്ഞതാരാ? തീർച്ചയായിട്ടും ഞാൻ ഷഫാഅത്ത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന നേരത്തെ നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിച്ചു. വൻദോഷങ്ങൾ ഒഴിവാക്കുകയും ചെയ്താൽ അവൻ ഉദ്ദേശിച്ച സ്വർഗ കവാടത്തിലൂടെ അവന് സ്വർഗപ്രവേശം സാധ്യമാണ്. ഉദ്ദേശിച്ച കവാടത്തിലൂടെ കടന്നില്ല. ഏത് കവാടത്തിലൂടെ പോയാലും തിരക്കുണ്ടാവില്ല. അല്ലാത്തവരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് വരാനൊരു വഴിയുണ്ടാകും, മറ്റുള്ളവർക്ക് വരാനൊരു വഴിയുണ്ടാകും. അതിലൂടെ സാധാരണക്കാർക്ക് എതിർപ്പ് തടയും. ഏത് ഗേറ്റിലൂടെയും ഉദ്ദേശിച്ച ഗേറ്റിലൂടെ ആ കവാടങ്ങളിലൂടെ അവർക്ക് കടന്നു ചെല്ലാൻ അധികാരമുണ്ട്. 5 നേരം കൃത്യമായി നിസ്കരിക്കുക, വൻദോഷങ്ങൾ ഒഴിവാക്കുക. അപ്പോഴാണ് മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിക്കുന്നത്. അവിടെ എന്താണ് അത്? അല്ലാഹുവിന്റെ റസൂൽ ഏതാണ് എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ അമറിനോട് വൻദോഷങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ വൻദോഷങ്ങൾ ഏതൊക്കെയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടോ? മറുപടി പറയുന്നു, والشرك بالله وقتل النفس وقذف المحصنات وأكل مال اليتيم والفرار من الزحف وأكل الربا. صدق رسول الله. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തൊക്കെയാണ്? ഒന്ന്, മാതാപിതാക്കളെ വെറുപ്പിക്കലാണ്. നിന്റെ വാപ്പയും ഉമ്മയും നിന്റെ നരക
നരകവും സ്വർഗവുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ച മാതാപിതാക്കളെ വെറുപ്പിക്കലാണ് ഒന്ന്. രണ്ടാമത്തേത് വശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനോട് ശിർക്ക് വെക്കലാണ്. മൂന്നാമത്തേത് വഖത്ലുൻ നഫ്സ്, കൊല്ലാൻ പാടില്ലാത്ത മനുഷ്യ ശരീരം, ആ മനുഷ്യ ജീവനെ ജീവൻ ഒതുക്കിക്കളയലാണ്, അവസാനിപ്പിക്കലാണ്, മനുഷ്യനെ കൊല്ലലാണ്. ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളാണ്. എല്ലാം പറയേണ്ടതാണ്, പക്ഷെ ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നില്ല. കാരണം ഇതിന്റെ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞു, കണ്ണൂരിൽ വെച്ച് പ്രഭാഷണം നടത്തിയപ്പോൾ ഇമാമത്തുൽ ഖുർആൻ എന്നൊരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട്. ഖുർആനിനെ എതിർത്തും ഖുർആൻ നമ്മെ എങ്ങനെ ലീഡ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതുമാണ്. ഇതൊക്കെ ശ്രേയസ്സറക്കുന്നതായതുകൊണ്ട് അവിടെ പരാമർശിച്ച വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കുമ്പോൾ അതിന് അങ്ങനെ ഒരു ചെറിയ ക്ഷീണമുള്ളതുകൊണ്ട് അതിലേക്ക് കടന്നു വരുന്നില്ല എന്നത് മാത്രമേ ചെയ്യുന്നു. പച്ചവെള്ളം വെട്ടിയൊഴുക്കുന്ന ലാഘവത്തോടെയാണ് മനുഷ്യന്റെ ചുടുചോരയിന്ന് നടുറോട്ടിലൊഴുക്കുന്നത്. ഒരു ലജ്ജയും മനുഷ്യന് ഇന്ന് കാര്യത്തിലില്ല. വളരെ വിശദമായി ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. പാവപ്പെട്ട സഹോദരിമാർ, പ്രതിരോധകരായ സഹോദരിമാരെ കുറിച്ച് കഥ പറയാനാണ് വ്യഭിചാരാരോപണം ഉന്നയിക്കലാണ്. വ്യഭിചാരാരോപണം നടത്തുക. യത്തീമിന്റെ ധനം അപഹരിക്കുക, യത്തീമിന്റെ ധനം തിന്നുക, അതെല്ലാർത്ഥത്തിലും സജീവമാകുന്ന സമയത്ത് സ്വന്തം ടീമിനെ വഞ്ചിച്ചുകൊണ്ട് അവർ മൂടിപ്പോവുക. പലിശ തിന്നുക. ഞാൻ നേരെ എണ്ണിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ നമുക്കറിയാം. ഈ തിന്മകളിൽ നിന്ന് മാറി നിന്ന് 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ വേണ്ടതെങ്കിൽ അല്ലാഹു തആല അഡ്മിഷൻ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്രമാത്രം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ നിസ്കാരം കൊണ്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഇതിന്റെ ഗൗരവം പലരും ആലോചിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം എന്ന് പറയുന്നത് ഇന്ന അവ്വല മഫ്തറദല്ലാഹു അലന്നാസി മിൻ ദീനിഹിം അസ്സലാത്ത്. ആദ്യമായിട്ട് ദീനിൽ നിന്നും മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹു നിർബന്ധമാക്കുന്നത് നിസ്കാരമാണ്. ഇത് നമുക്കൊക്കെ അറിയാം. ആദ്യമായി അല്ലാഹു നിർബന്ധമാക്കിയ ഒരു നിസ്കാരമാണ് എന്നല്ല. ഓരോ മനുഷ്യരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയല്ലേ. ഒരാൾക്ക് പ്രായപൂർത്തിയെത്തുന്നതോടുകൂടെ നിസ്കാരം നിർബന്ധമാകുന്നു. ആ പ്രായപൂർത്തിയെത്തുന്നത് റമദാനിലായെങ്കിലേ നോമ്പ് നിർബന്ധമാകൂ. എന്നാൽ തന്നെ ഫജ്ർ സാദിഖ് വെളിവാകുന്ന സമയത്ത് അപ്പോഴും പ്രായപൂർത്തിയെത്തുന്നുണ്ടെങ്കിലേ നോമ്പ് നിർബന്ധമാകുന്ന അവസ്ഥ വരൂ. എന്നാലും അതോടൊപ്പം തന്നെ നിസ്കാരവും നിർബന്ധമാകും. ചുരുക്കി പറഞ്ഞാൽ ഏത് സമയത്താണോ പ്രായപൂർത്തിയെത്തുന്നത് ആദ്യമായി അയാളെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാനുള്ള ചുമതല നിസ്കാരമായിരിക്കും. ഹജ്ജായാലും സക്കാത്തായാലും അതിനൊക്കെ ചില പരിധികളുണ്ട്, ചില കാലയളവുകളുണ്ട്. ആ കാലയളവുകളിലാണ് അത് നടക്കുന്നത്. സക്കാത്ത് ഉള്ളവൻ മാത്രം കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിസ്കാരം എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള കാലത്തോളം അവൻ നിർവഹിക്കേണ്ട ബാധ്യതയാണ്. തുടങ്ങുന്നതും അത് തന്നെയാണ്. അവസാനിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ ബാധ്യത നിസ്കാരമായിരിക്കും. ശേഷിക്കുന്നത് ഏറ്റവും അവസാനമായി ശേഷിക്കുന്നതും നിസ്കാരമായിരിക്കും. അവസാനം വരെ പോകുന്നു. يحاسبون به الصلاة. നാളെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ആദ്യം വിചാരണക്കെടുക്കുന്ന ഇബാദത്ത് നിസ്കാരമാണ്. അതിന് മറുപടി പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ നോക്കാൻ. ഈ നിസ്കാരത്തെക്കുറിച്ച് എപ്പോഴും അല്ലാഹു തആല മലക്കുകളോട് പറയുന്ന ഒരു വാക്ക് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. മലക്കുകളോട് അല്ലാഹു പറയും, ഉൻദുറൂ ഫീ സ്വലാത്തി അബ്ദി. എന്റെ അടിമയുടെ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് നോക്ക്, അത് പൂർണ്ണമാണോ? ഫഇൻ കാനത് താമ്മതൻ കുതിബത് താമ്മ.
നിസ്കാരം സമ്പൂർണമായത് രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ രേഖപ്പെടുത്തി വെക്കും. വൈകാലത്തിനാത്തുശത്തൻ അത് അപൂർണമാണെങ്കിൽ ആ നിസ്കാരം അപൂർണമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ടോളൂ, അവിടെ ശ്രദ്ധിക്കാനുള്ളത് അള്ളാഹു പറയാൻ നോക്കൂ, അവന് വല്ല സുന്നത്ത് നിസ്കാരമുണ്ടോ, ഫർളിൽ വല്ല വീഴ്ചകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് സുന്നത്ത് കൊണ്ടാണ്. നമ്മൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഏറും എന്ന് ആരും കരുതണ്ട. സഹോദരന്മാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്ന സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രദ്ധിക്കണം. മലയാളിയുടെ ഒരു ദുരന്തമാണ് സുന്നത്ത് നിസ്കാരം ഇല്ല എന്നത്. മലയാളിയുടെ ഒരു കുഴപ്പമെന്ന് പറയാം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ പലപ്പോഴും നമുക്ക് പള്ളിയിൽ നിന്ന് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പുറത്തേക്ക് ചെരുപ്പുമായിട്ട് ഓടുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, കോഴിക്കോട്ടോ മലപ്പുറത്തോന്ന് ചോദിച്ചാൽ മതിയാവില്ല. അല്ലെങ്കിൽ മലയാളിയായിരിക്കും. കാരണം മറ്റുള്ളവർ രണ്ടാക്കാത്ത സുന്നത്ത് നിസ്കരിച്ചിട്ടേ പോകുന്നു. ഇതവർ ചെറുപ്പം മുതലേ ശീലിച്ചെടുത്തൊരു ശീലം. നമ്മളങ്ങനെയാണ്. നമ്മുടെ കൂട്ടത്തിൽ അത് പണ്ഡിതന്മാരും സയ്യിദന്മാരൊക്കെ നിർവഹിക്കുന്ന ഒരു പരിപാടിയായിട്ട് സാധാരണക്കാരെന്ന് വിട്ടുകളഞ്ഞ ഒരു അനുഭവം വേദനാജനകമാണ്. ഒരു പള്ളിയിൽ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഈ വിഷയം പറഞ്ഞ് വല്ലാതെ വേദനിക്കുന്നത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം അറബികളായ ആളുകൾക്ക് പരിചയമില്ലാത്തൊരു സംഗതിയായി ഇവിടെ കബരി ഓടുന്നത് രണ്ടക്കാത്ത സുന്നത്ത് നിസ്കരിക്കാതെ ചോദിക്കുമ്പോഴേക്കായ പള്ളിയെടുത്തു. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയണം. സുന്നത്തുണ്ടെങ്കിൽ ഫർളിലെ അപാകതകൾ പരിഹരിക്കപ്പെടും. ഫർളിലെ അപാകത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നമ്മുടെ നിസ്കാരം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. മുൻഗാമികളുടെ നിസ്കാരം നമ്മുടെ നിസ്കാരം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പോരായ്മണ്ടാവും. 5 വക്ത സംഗതിയൊക്കെ ഇങ്ങനെ ഒപ്പിക്കുന്നുണ്ട്. ഇത് അള്ളാഹു കബൂലാക്കുമെന്നറിയില്ല. അത് കബൂലാക്കാനുള്ള ഏക മാർഗമാണ് സുന്നത്തുകൾ കെട്ടുകണക്കിന് നമുക്ക് വേണം. അതുകൊണ്ട് ഇങ്ങനെ പരിഹരിച്ച് പോകാൻ പറ്റും. ഇതിനൊരു മഹാൻ പറഞ്ഞ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണമാണ്. നിങ്ങൾ ഒരാൾക്ക് 1,00,000 രൂപ കടം കൊടുത്തു. ഒരു സഹോദരൻ നിങ്ങളുടെ അടുത്ത് വരുന്നു. അയാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കാണ്, എനിക്കൊരു വിസ വന്നിട്ടുണ്ട്, അതിലേക്ക് 1,00,000 രൂപ ആചാരം തരണം. അത് സാഹിബിന് അല്ലാഹു അത്യാവശ്യം ഫൈറും റഹ്മത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞു, മോനെ ആവട്ടെ, ഞാൻ തരാം. നീ എന്നാ അത് തിരിച്ചു തരാം, ഞാൻ പോയിട്ട് എന്റെ ആശ്വാസം പോലെ തരാം. ആവട്ടെ, അയൽപക്കക്കാരനല്ലേ, നമ്മൾ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പേണ്ടവനാണല്ലോ. ആ തിരിച്ചറിവുള്ള ഒരു ആചാരാണ്. അവരെടുത്തു കൊടുത്തു. എടുത്തു കൊടുത്ത അയാൾ പോയി സുന്ദരമായി ജോലിയൊക്കെ ആയി 9 തവണയായിട്ട് അയാൾ 10,000 രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. ഈ സഹോദരൻ 9 തവണയായിട്ട് ആചാര്യക്ക് 10,000 രൂപ വീതം കൊടുത്തിട്ടുണ്ട്. 90,000 രൂപയിരിക്കുന്നു എന്നർത്ഥം. ഒരു 10,000 ഇവിടെ ബാക്കിയുണ്ട്. ഇത് ഒന്നിരിക്കൽ ഇയാള് 10 കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ കണക്കിൽ പഠിച്ചത്, അല്ലെങ്കിൽ പിന്നെ കൊടുക്കാതിങ്ങനെ നീട്ടിവെച്ചത് എന്തോ ആവട്ടെ, കിട്ടാനുള്ള ഹാജി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശരിക്കും ഓർമ്മണ്ട് 10,000 ബാക്കിയുണ്ട്. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർത്താനം കാണുന്നില്ല. അയാളിങ്ങനെ എന്താ പോകുന്നത് മറന്നു, അത് തരണ്ടാന്ന് തീരുമാനിച്ചു എന്നൊക്കെയുള്ള നിലക്ക് ഇവരെ കാണുമ്പോഴൊക്കെ വിചാരിക്കുക, ചെന്നാൽ എനിക്ക് 10,000 തരാനുണ്ടല്ലോ, യാതൊരു ഷോലുമില്ലല്ലോ, ഇവരൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒരു കിട്ടാക്കടം 10,000 രൂപ അവരുടെ കയ്യിലുണ്ട്. അവനാണെങ്കിലോ ഈ കഥ ചിലപ്പോൾ അറിഞ്ഞിരിക്കാം, ചിലപ്പോൾ അറിയാതെ പോയേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്കിൽ പഠിച്ചതായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഒരു കാര്യം സത്യം, ഇയാൾക്ക് 10,000 കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ. അത് ഇയാളുടെ ബാധ്യതയാണ്, ഇത് നിർബന്ധ ബാധ്യതയാണ്. അടുത്ത കൊല്ലം അയാൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അയാൾക്ക് ഒരു പുതിയ വിചാരം. അന്ന് ആചാര്യനിക്ക് 1,00,000 രൂപ തന്നതുകൊണ്ടാണ് ഇന്നിപ്പോ ഞാൻ ആചാരക്കൾ വലിയ മുതലാളിയായി. നാട്ടിലെ ആചാരക്കാർ നിലയും വരെയുള്ള മുതലാളിയാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യുപകാരം ചെയ്യേണ്ടതല്ലേ? അത് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ? പ്രത്യുപകാരത്തിന് വലിയ സ്ഥാനമല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്? അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യണം. ഇയാൾ 50,000 രൂപ വരെയുള്ള ഒരു ഗിഫ്റ്റ് ഹാജിക്ക് കൊണ്ടുവരിക. അത് കൊണ്ടുവന്നിട്ട് ഹാജി സാഹിബിന് കൊടുത്തു. അന്ന് എന്നെ
എടുത്ത് സഹായിച്ചത് നിങ്ങളാണ്. ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് നിരപ്പാക്കിക്കൊണ്ടുവന്നതാണ്. അജയർ ചോദിച്ചു, അതൊന്നും വേണ്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ അജയർ പറഞ്ഞു. ഏതായാലും അജയർ അതവിടെ വാങ്ങിവെച്ചു. സന്തോഷപൂർവ്വം 50,000 രൂപ ഗിഫ്റ്റിയാക്കി. ഇപ്പോഴും എൻ്റെ ഉണ്ട് 10,000 കടമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അത് വേണ്ടിയിട്ടില്ല, ഇയാൾ ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. 10,000 കടം തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള വിഷയം എന്താണ്? മറ്റേ സാധു അത് മറന്നുപോയി. ഈ 50,000 ഫ്രീ ആയിട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഈ ഹാജി സാഹിബിന് ഉറപ്പുണ്ടെങ്കിൽ ആ 10,000 ചോദിക്കും. കാരണം 40,000 നാലും ലാഭമല്ലേ. അപ്പൊ അക്രമീനായ റബ്ബ് മാന്യനായ ഒരു മനുഷ്യൻ തന്നെ ഇത് ചെയ്യൂലെങ്കിൽ ഫർമിനെവിടെയോ ഒരു കുഴപ്പം വന്നു, ഒരു വീഴ്ച വന്നു, പരിഹരിക്കാനാവാതെ കിടക്കുന്നു. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഞാൻ അവനോട് ചെയ്യണമെന്ന് നിർബന്ധിക്കാത്ത വല്ല നിസ്കാരവും അവന്റെ ലിസ്റ്റിലുണ്ടോ നോക്ക്. നോക്കൂ നിങ്ങൾ, ഞാൻ അവനോട് നിർബന്ധിക്കാത്ത നിസ്കാരം അവന്റെ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്ക്. വല്ല സുന്നത്ത് നിസ്കാരവും ഉണ്ടോ എന്ന് നോക്ക്. അപ്പോഴാ കുറെ തറാവീഹുകൾ കാണുന്നത്, കുറെ ദിക്റുകൾ കാണുന്നത്, കുറെ വവാത്തിബ് സുന്നത്തുകൾ കാണുന്നത്. അല്ലാഹുവിനോട് മലക്കുകൾ പറയുന്നു, ഒരുപാട് വവാത്തിബ് സുന്നത്തുകളും ദിക്റുകളും തറാവീഹുകളും ഒക്കെ ഉണ്ട്. അത് ഞാൻ ആ സാധുവിനോട് നിർബന്ധിച്ചതല്ലല്ലോ, അവൻ കണ്ടറിഞ്ഞ് ചെയ്തതല്ലേ. എന്നാ പിന്നെ ആ പ്രശ്നം പരിഹരിച്ചേക്ക് വിട്ടോട്ടെ. ഇങ്ങനെയല്ലാതെ നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇങ്ങനെയല്ലാതെ നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അതിനാണ് സുന്നത്ത് നിസ്കാരം ധാരാളം വേണമെന്ന് പറയുന്നത്. ഒരൊറ്റ ദിവസത്തെ തറാവീഹ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. തറാവീഹിന്റെ കാര്യം മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും തുടരണം. ഈ പ്രഭാഷണത്തിന്റെ ഗുണമായി ഒരൊറ്റ കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സാധാരണക്കാരായ ആളുകളോട്, അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്, അതിനപ്പുറം ചെയ്യുന്നവരാണ്, സാധാരണക്കാരുടെ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയാണ്, മുഅക്കദായ റവാത്തിബ് സുന്നത്തുകളെങ്കിലും നിസ്കരിച്ചേ പറ്റൂ. മുഅക്കദായ റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂല് ഫർള് പോലെ മാനിച്ചത്, ഒരു സമയത്തും അത് ഒഴിവാക്കാത്തത്. ശക്തമായ റവാത്തിബ് സുന്നത്തുകൾ, നല്ല കൂലിയുള്ള റവാത്തിബ് സുന്നത്തുകൾ. ഈ റവാത്തിബ് സുന്നത്തുകൾ 10 റക്അത്താണ്. ആ 10 റക്അത്ത് വിടാതെ നിർവഹിക്കണം. ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബ്ഹിയുടെ മുമ്പ് 2. ഇതാണ് 10 റക്അത്ത്. ളുഹറിന്റെ മുമ്പിലും പിന്നിലും ഈ 2 റക്അത്ത്. വേഗം ളുഹർ നിസ്കരിക്കുന്നതിന് പകരം ഈ 2 റക്അത്ത് മുമ്പിലും പിന്നിലും നിസ്കരിക്കുക. അത് ളുഹർ നിസ്കരിക്കുന്ന ആ ഒരു നിർബന്ധ ബുദ്ധി ഇതിനും കാണിക്കാം. ഞാനിപ്പോ ഇന്ന് ഈ പറഞ്ഞതിന്റെ താല്പര്യം അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കണം. അതുപോലെ തന്നെ മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബ്ഹിയുടെ മുമ്പ് 2. ഇത് ഈ 10 റക്അത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുഅക്കദാണ്, ശക്തമായ സുന്നത്താണ്. ഇത് കേട്ടിട്ട് സാധാരണക്കാര് ഞാനിപ്പോ അസറിന്റെ മുമ്പ് 2 നിസ്കരിക്കലുണ്ടായി, അതുപോലെ ശക്തിയുള്ള സുന്നത്തൊന്നുമല്ല എന്നിപ്പോഴാണ് മനസ്സിലായത്. ഞാനിപ്പോൾ അതവിടെ കിടക്കട്ടെ എന്ന് ആലോചിക്കരുത്, സാധാരണക്കാരോടാ പറയുന്നത്. കാരണം എന്താ, വേറൂലാന്ന് ആദ്യം പറഞ്ഞതാ, ഏറ്റവും ചുരുങ്ങിയത് ചെയ്യാനായി പറഞ്ഞത്. എന്നതുപോലെ ഇശാഇന്റെ മുമ്പ് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണ്ട, അത് ചെറിയ പണിയാണ് വിചാരിച്ച് ഒഴിവാക്കണ്ട. പരമാവധി എത്ര നമ്മൾ നിസ്കരിക്കുന്നോ അത്രത്തോളം നമുക്ക് കൂലി കിട്ടും. ഒരു 10 റക്അത്ത് റവാത്തിബ് സുന്നത്തും 3 റക്അത്ത് വിത്റും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കരുത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട താജുദ്ദീനെ പരിചയപ്പെടുത്തി 96-ാമത്തെ വയസ്സിൽ ഇന്നലെ രാത്രിയും 16 വയസ്സ് മുതൽ തുടങ്ങിയിട്ട് ഇന്നലെ രാത്രിയും ഞാൻ 11 റക്അത്ത് നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അതെന്റെ വല്യപ്പ എന്നോട് പറഞ്ഞ വസിയത്താണ്. 16-ാമത്തെ വയസ്സിൽ കൈ പിടിച്ചിട്ട് മോനെ നിൽക്കാൻ കഴിയുന്ന കാലത്തോളം അത് നിർവഹിക്കണം. അത് ഇന്നലെ രാത്രി നിർവഹിച്ചിട്ടുണ്ട്. ഇത് 96 പൂർത്തിയായ തങ്ങളുടെ പാപ്പ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു. നാണക്കേട് തോന്നും നമുക്ക് എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതാ. ഇത് കേൾക്കുമ്പോൾ ഒരു 3 റക്അത്തിന് ഒപ്പിച്ച് നിസ്കരിക്കുന്ന നമുക്ക് ഇവർക്കൊക്കെ എത്രയാണ് ഹസനാത്തിന്റെ പട്ടികയുള്ളത്? എത്രയാവുള്ളത്? ഈ ഒരു നേതൃത്വത്തിന്റെ കീഴിലുള്ള നമ്മള്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനാഥരാണ്. ഒരിക്കലുമല്ല, നമ്മൾ സനാഥരാണ്. നമ്മൾ ശരിക്കും ഈ നേതൃത്വത്തോട് കുറച്ചു നിൽക്കുക. നമ്മളെ രക്ഷിക്കാൻ ഈ നേതൃത്വത്തിന് സാധിക്കും. ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തി, ഇതുപോലെ പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഓളിനോളായ ബഹുമാനപ്പെട്ട സയ്യിദ്, ബഹുമാനപ്പെട്ട കമറുൽ ഉലമാ ശൈഖുനാ
ഉസ്താദ് നമ്മുടെ എല്ലാം തർക്കമില്ല കാര്യത്തിൽ. ഞാൻ ദുബൈയിൽ കഴിഞ്ഞ വർഷം അല്ല അതിന്റെ മുമ്പത്തെ വർഷം ജായിസത്തുൽ ഖുർആൻ പരിപാടിയുടെ ഗസ്റ്റായിട്ട് ദുബൈയിലെത്തുമ്പോൾ അവിടെ വെച്ച് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു സന്ദർഭം ഞാൻ പുറത്തു പോകാനെന്ന് പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ ഞാനങ്ങ് ഓർത്തു പോയതാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. നമ്മുടെ രണ്ട് നേതൃത്വം എത്രമാത്രം ശക്തമാണ് നമ്മുടെ നേതൃത്വം എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. മുടയും ഫസാദും എന്തൊക്കെ നടന്നാലും നമ്മൾ പിടിച്ചത് ഒരുത്തനെ പിടിക്കുക, അത് കരുത്തനെ പിടിക്കുക എന്ന് ബഹുമാനപ്പെട്ട തരുവൺ ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അള്ളാഹു തരുവൺ ഉസ്താദിന്റെ ഖബർ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. എപ്പോഴും പറയുന്ന ഒരു വാക്കായിരുന്നു, നമ്മൾ അങ്ങനെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടാനും കൂടെയാണ് പറയുന്നത്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഇത് സ്റ്റേജിലുള്ള ഉസ്താദുമാർക്ക് പലപ്പോഴും സംഘടനാ നേതാക്കൾക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിലെ നിത്യാനുഭവങ്ങളായിരിക്കും ഉസ്താദിനെ പറ്റി. പലപ്പോഴും അവർ കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമാണ് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നത്. അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദെ ഒരു ദിവസം ഉസ്താദ് ഇവിടെ വന്നിട്ട് എല്ലാ ഭാഗത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്പത്ത് നൽകി അനുഗ്രഹിച്ച അറബികളുടെ വീട്ടുവാതിൽക്കൽ ചെന്ന് നിന്ന് ഉസ്താദ് യത്തീമക്കളുടെയും സാധുക്കളുടെയും കാര്യം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പള്ളിയുടെയും മദ്രസയുടെയൊക്കെ കാര്യം പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു 2 മണി 3 മണിയോളായിട്ടുണ്ട് രാത്രി. ഞാൻ കിടക്കുന്ന റൂമിൽ വരുന്നു. ഉസ്താദുള്ള റൂമിലാണ് ഞങ്ങളുള്ളത്. വാതിലിൽ മുട്ടിയപ്പോൾ എഴുന്നേറ്റ് ഞാൻ നേരത്തെ വന്ന് കിടന്നതാണ്. ഉസ്താദിന്റെ കൂടെയുള്ള ആളും ഉസ്താദും പ്രവേശിച്ചു. എന്നോട് പറഞ്ഞു, മോൻ നേരത്തെ കിടന്നതല്ലേ, എന്നെ സുബഹിയുടെ മുമ്പ് വിളിക്കണം, ഒരു 10 മിനിറ്റ് മുമ്പ് എന്നെ വിളിക്കണോ, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാനാണെന്ന് ഉസ്താദ് പറഞ്ഞത്. ആവാം ഉസ്താദെ, ഞാനത് ചെയ്തോളാം. അലാറം സെറ്റ് ചെയ്ത്, മൊബൈലിൽ അലാറം സെറ്റ് ചെയ്ത് കിടന്നു. 10 മിനിറ്റ് മുമ്പ് കൃത്യം അലാറം കരഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ഉസ്താദിനെ വിളിക്കണമല്ലോ എന്നുള്ള ഉത്തരവാദിത്ത ബോധം ഒറ്റയടിക്ക് തന്നെ ഉണർന്ന് ഞാൻ എഴുന്നേറ്റ് ഉസ്താദിനെ വിളിക്കാൻ വേണ്ടി ഉസ്താദ് കിടക്കുന്ന റൂമിലേക്ക് വിരിനീട്ടി ഇങ്ങനെ ചെന്നപ്പോൾ ഉസ്താദ് എപ്പോഴോ എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഫാത്തിഹയും കഴിഞ്ഞ് നീണ്ട സൂറത്തിങ്ങനെ ഓതുകയാണ്. അത് കണ്ടപ്പോ ഞാനറിയാതെ എന്റെ കണ്ണുകൾ സജലമായി. ആ സഹോദരൻ പറയുന്നു, എന്റെ കണ്ണ് ഇറങ്ങണിഞ്ഞു പോയി. എന്താ കാരണം? ഉസ്താദ് ഇത് ചെയ്യുന്നല്ലോ എന്നതല്ല, അത് എത്രയോ ആലിമീങ്ങളും സയ്യിദന്മാരും ഒക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. എത്ര വൈകി കിടന്നാലും തഹജ്ജുദ് മുടങ്ങാത്തവരുണ്ട്. അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുമുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേദനയായത്, പഠിച്ചവനെ, എന്റെ നാട്ടിൽ നിന്ന് ചായ വെക്കാനിരുന്ന് സുബഹി പോലും നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ, ഈ വലിയ മനുഷ്യനെ എന്തൊക്കെ പറയാൻ പോകുന്നു, എന്തൊക്കെ പറഞ്ഞ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, അവരെന്തോ ഈ കഥയൊക്കെ അറിയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരാണ് നമ്മുടെ നേതൃത്വം എന്ന് തിരിച്ചറിയാം. ഇവരെന്തെല്ലാം ഹൈറുകളാ ചെയ്തത്. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട സത്താഫി ഇവിടെ പറഞ്ഞു, നമ്മളെ കേൾപ്പിച്ചില്ലേ, വിജയം സത്താഫി ഉസ്താദ് നമ്മളെ കേൾപ്പിച്ചു. 1000 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ 10 കൊല്ലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് കാരുണ്യ പ്രവർത്തനങ്ങളെങ്കിൽ ഉസ്താദിന്റെ ഇഷ്ടമുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. എന്നിട്ടും ഉസ്താദ് എന്തിനിങ്ങനെ നിസ്കരിക്കണം? അവിടെയാ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഉള്ളവരുടെ പട്ടികയിലേക്ക് നിസ്കാരത്തിന്റെ ഇഷ്ടം വരുന്നുണ്ട്. നിസ്കാരത്തിന്റെ ഇഷ്ടം വരുന്നുണ്ട്. ഖുർആൻ ഓതുന്നതും ഖുർആനിന്റെ ആശയം പഠിക്കുന്നതും തമ്മിൽ ആശയം പഠിക്കുന്നതിനാണ് ഒരേ മഹത്വമുള്ളത് ഓതുന്നതിനേക്കാൾ. അല്ലാഹുവിന്റെ റസൂൽ അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചിട്ടുണ്ട്. മദീന പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു മൂലയിലെ ഖുർആൻ ഓത്ത് നടക്കുന്ന, ഒരു മൂലയിൽ ഖുർആൻ ക്ലാസും നടക്കുന്ന അല്ലാഹുവിന്റെ റസൂല് ഖുർആനിന്റെ ആശയങ്ങൾ പറഞ്ഞു രണ്ടിന്റെയും നടുക്ക് നിന്നിട്ട് പറഞ്ഞു, കുല്ലുനാനാ ഖൈർ, 2 സദസ്സും ഖൈറാണ്. പക്ഷെ ഞാൻ ഏറ്റവും അഫ്ളലായതിന്റെ കൂടെ ഇരിക്കണമല്ലോ. ഇന്നീ ബുഇസ്തു മുഅല്ലിമാ, എന്നെ മുഅല്ലിമായിട്ടാണ് അല്ലാഹു നിയോഗിച്ചത്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിൽ ഞാൻ പോയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി മാതൃക. അത്ര ഗംഭീരമാണ്, അത്രമാത്രം പ്രതിഫലാർഹമാണ്. ഖുർആൻ ഓതുന്നതും പഠിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങനെയാണെങ്കിലും ഞാൻ നേരം കൊടുത്ത് വൈകുന്നേരം വരെ ദർശ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് ഖുർആൻ ഓതാതിരിക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? ഓക്കെ ഉസ്താദ് മാതൃകയാണ്. ജീവിതം മുഴുവൻ അബൂ സഈദ് തഫ്സീറിനെ വല്ലാതെ പ്രണയിച്ച മഹാൻ.
ഓക്കെ ഉസ്താദ് നമുക്കതിന് മാതൃകയാണ് എന്നും സുബഹിയുടെ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് ദീർഘമായി ഖുർആൻ ഓതിയിട്ട് കരയായിരുന്നത്രേ. നമ്മളിതൊന്നും മറന്നുപോകാൻ പറ്റില്ല. കാരണം ഖുർആൻ ഓതുക എന്നൊരു സെപ്പറേറ്റ് ആരാധന നമ്മുടെ ജീവിതത്തിൽ വേണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം നമുക്ക് വേണം, മുടക്കണ്ട. സുന്നത്ത് നിസ്കാരം ഉണ്ടെന്ന് നോക്ക്, ഉണ്ടോ എന്ന് നോക്ക്. فإن وجد له تطوع تمت الفريضة من التطوع فأمر الأقوال ആ സുന്നത്ത് കാരണം അങ്ങ് പരിഹരിക്കപ്പെടും. സയ്യിദുനാ റസൂലുള്ളാഹി ഇനി അവന്റെ നിർബന്ധദാനം പൂർണ്ണമാണോ എന്ന് നോക്കി സക്കാത്ത് വല്ല കുഴപ്പമുണ്ട് പൂർണ്ണാണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എഴുതാൻ പറഞ്ഞു കുത്തിപ്പത്ത് താമത്തെ. അതല്ലെങ്കിൽ സുന്നത്തായ സ്വതക്കകളുണ്ടോ നോക്ക്, സ്വതക്കകളുണ്ടോ നോക്ക്. അതാണ് നമ്മൾ ഈ വേദികളിലൊക്കെ നൽകുന്ന സംഭാവനകൾ. വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിർബന്ധദാനത്തിൽ വല്ല പോരായ്മയും വന്നിട്ടുണ്ടെങ്കിൽ സ്വതക്ക ധാരാളമുണ്ടെങ്കിൽ അതുകൊണ്ട് പരിഹരിക്കപ്പെടും. മുസ്നദ് അബീ യഅ്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെക്കുറിച്ച് വളരെ വാചാലമായി പറഞ്ഞെങ്കിൽ മുഅ്മിനീങ്ങളെ അത് മറക്കരുത്. ആ നിസ്കാരം എങ്ങനെ മുറ പോലെ കൃത്യമായി ബഹുമാനാദരവുകളോടെ നിർവഹിക്കണം. ويقيمون الصلاة ومما رزقناهم ينفقون. നിസ്കാരവും സ്വതക്കയും അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കാൻ പാടില്ല. രണ്ടും പ്രധാനപ്പെട്ടതാണ്, നിസ്കാരവും സ്വതക്കയും. സ്വതക്കയുടെ കാര്യത്തെ പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് കൊടുക്കൂന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ നോക്കൂ. ഖുർആനിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. എങ്ങനെയല്ല പറയുന്നത്? أنفقوا مما رزقناكم ومما رزقناهم ينفقون. ഇങ്ങനെ അല്ലാഹു തആല വിവിധങ്ങളായ ഭാഷയിൽ പറയുന്നു. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, അവർക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം, അവർ ചെലവഴിക്കണം എന്നാണ് അല്ലാഹുവിന്റെ ഭാഷ. ഇതിന് പിന്നെ മുക്തി കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഇത് ചെലവഴിക്കാതെ അറച്ചു നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ വളരെ മോശക്കാരനാണ്. ഈ സദസ്സിലുള്ള ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? എന്റെ കയ്യിലുള്ള 5 കാശ് പഠിച്ചുകൊണ്ടെന്നതെല്ലാം നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും ഏതനുഗ്രഹവും പഠിച്ചുകൊണ്ടെന്നതാണ്. വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസമാണ്. ഇത് നമ്മുടെ വിശ്വാസമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരന്മാരെ, എങ്ങനെയാണ് നമ്മൾ കൊടുക്കാതെ മാറി നിൽക്കുക? ومما رزقناهم ينفقون. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നോട് പറയണം, ഞാനിപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം തരാം, അത് 10,000 പോക്കറ്റിലിട്ടോളൂ, 90,000 ഞാൻ വൈകാണെന്ന് പറഞ്ഞാൽ എന്താ 9 ആളെങ്ങനെ നിർത്തിയിട്ടോളൂ, ഓരോരുത്തർക്കും 10,000 വീതം വീതിച്ചു കൊടുക്കണം, 90,000 വേറൊരാൾക്ക് കൊടുക്കണം, 10,000 നിങ്ങൾക്ക് പോക്കറ്റിലൂടെ. ഇങ്ങനെ നിങ്ങൾ എത്ര ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ തരും നിങ്ങൾക്ക്. നിങ്ങൾ റെഡിയാണെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കും, നിങ്ങൾ എത്ര തരും? നിങ്ങൾ റെഡിയാക്കണം. കാരണം എന്താ, 1 ലക്ഷം 10 വട്ടം കൊടുത്ത 1 ലക്ഷം നമ്മുടെ പോക്കറ്റിലാവില്ല. 10,000 കിട്ടുമ്പോൾ 90,000 കൊടുക്കണം, എന്നാലും നമ്മൾ റെഡിയാവും. റെഡിയാവാത്ത ഒരാളും ഈ സദസ്സിലില്ല. 10 രൂപ നിനക്ക് തരാം, അതിൽ 1 രൂപ നിന്റെ പോക്കറ്റിലിടാം, 9 നീ ദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരാ കേൾക്കാത്തത്? 1 വെറുതെ കിട്ടില്ലേ എന്ന് ആലോചിക്കും. എന്നാൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഇത്രയും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്രയും പറഞ്ഞില്ലല്ലോ. അല്ലാഹു തആല പറഞ്ഞത് 1 ലക്ഷം രൂപ ഉണ്ടാകുമ്പോൾ 90,000 കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. സക്കാത്തിന്റെ കതിര് എത്തിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപക്ക് 2,500 രൂപ. സക്കാത്തിന്റെ കതിര് എത്തിയതിനു ശേഷം ലക്ഷത്തിന് 2,500 വീതം 2.5% നീ പാവങ്ങൾക്ക് കൊടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഒക്കെ തന്നത് പഠിച്ചോണം. എന്നിട്ട് ഇത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പറഞ്ഞതിന് ഞാനും നിങ്ങളും തയ്യാറാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മക്ക് കിട്ടിയതൊന്നും പടച്ചോൻ തന്നതാണെന്ന് വിശ്വാസമില്ല. ബഡായി പറഞ്ഞാണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. ബഡായിയാണ്. അല്ല തന്നതാണ് വിശ്വാസം നിങ്ങൾക്ക്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഉള്ളിൽ തട്ടിയിട്ടില്ല. അത് നമ്മുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അറിയാം. നിസ്കരിക്കണം, അതുപോലെ തന്നെ ധാനവും വേണം. ഇത് രണ്ടുമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളെ രക്ഷിക്കാനുള്ളത്. സംശയിക്കണ്ട. എന്നാൽ ആ നിസ്കാരം മുറ പോലെ നിർവഹിക്കണം.
سيدنا رسول الله صلى الله عليه وسلم إقامة الصلاة എങ്ങനെയാണ് അതിന്റെ ഫർദുകൾ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോഴേക്ക് ഒരു ദിവസം മുഴുവൻ എടുത്താലും എവിടെയും എത്തിക്കാൻ കഴിയില്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന് നിസ്കാരത്തിന്റെ ഏതാനും ഹുക്കുമുകൾ നബി പറഞ്ഞ ഒരു ഹദീസ് വായിക്കാം. അത് നമുക്ക് പരിചയപ്പെടാം. നബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖതബനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ഒരു ദിവസം നടത്തിയ പ്രഭാഷണം ഫഅല്ലമനാ സുന്നതനാ വബയ്യന ലനാ സ്വലാത്തനാ. ആ പ്രസംഗത്തിൽ റസൂലുള്ള ഞങ്ങൾക്ക് സുന്നത്ത് പഠിപ്പിച്ചു തന്നു. നമ്മുടെ ചര്യ നമ്മുടെ സുന്നത്ത് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നു. വബയ്യന ലനാ സ്വലാത്തനാ നിസ്കാരം എങ്ങനെയാണെന്ന് അന്നത്തെ പ്രസംഗത്തിൽ വിശദീകരിച്ചു തന്നു. ഫഖാല അതിലെ ചില ഭാഗങ്ങൾ അഖീമൂ സുഫൂഫക്കും നബി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സഫുകൾ നിങ്ങൾ നേരെയാക്കണേ. അഖീമൂ സുഫൂഫക്കും സഫുകൾ നേരെയാക്കണം. ഓരോന്നിന്റെ പ്രാധാന്യത്തോടുകൂടെ പറയാണെങ്കിലൊക്കെ പ്രാധാന്യത്തോടുകൂടെ പറയാനുള്ള കാര്യങ്ങളാണ്. ഇന്ന് സഫുകളൊക്കെ പലപ്പോഴും പല പള്ളികളിൽ 3-4 ലെവലിലായിരിക്കും നടക്കുന്നത്. നമ്മുടെ പള്ളികളിലൊക്കെ ടൗൺ മേഖലകളിലുള്ള പള്ളികളിലൊക്കെ അതിനെ പഴച്ചു പോകരുതെന്ന് കരുതിയിട്ട് ലൈനിട്ടിട്ടുണ്ട്. സൗകര്യമാണ്. അതിന് നടന്ന് ഒപ്പിച്ചങ്ങോട്ട് നിന്നാലും എവിടെയും പഴക്കാനില്ല. ആരെങ്കിലും തെറിച്ചോ തെറ്റിയോ നിൽക്കുന്നുണ്ടെങ്കിൽ അവനോടൊന്ന് സഹകരിക്കാൻ പറഞ്ഞാൽ അവൻ സഹകരിക്കുകയും ചെയ്യും. അവിടെയൊക്കെ സഹകരിക്കാതെ ബസ്സിനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ പിന്നെ അങ്ങോട്ട് കയറിക്കോളാം ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടാലും ലൈന് ശരിയാവുമല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനൊന്നും പിന്നെ നന്നാവില്ല. നിസ്കാരത്തിൽ നിൽക്കുമ്പോഴേ സോഫൊപ്പിക്കുമ്പോൾ ഇതൊക്കെ അങ്ങോട്ടല്ലേ കയറിക്കോളാം ഇങ്ങോട്ടും പാടുന്നത് റെഡിയാവില്ല എന്ന് പറഞ്ഞാൽ ഒരു നിർവാഹമൊന്നുമില്ല. സഹകരിക്കാൻ വേണ്ടി ഇന്ന് അധിക പള്ളികളിലും കസേര നിസ്കാരങ്ങളാണ്. കസേര കയറാത്തൊക്കെ പള്ളിയുണ്ട്. കസേരക്ക് നിസ്കാരം നമ്മുടെ ഫിത്തയിൽ തപ്പിത്തന്നെ കിട്ടാൻ വലിയ പ്രയാസം. ഇനി ഒപ്പിക്കുകയാണെങ്കിൽ തന്നെ ഈ കസേരയിൽ ആദ്യം മുതലേ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ള ഒരു പരിപാടി എന്തായാലും ചെയ്യരുത്. പൊരേന്ന് വീട്ടിന്ന് പള്ളിക്ക് നടന്നു വന്ന മനുഷ്യൻ എങ്ങനെയാ ഈ കസേരയിൽ ഇരുന്ന് ഫാത്തിഹ സൂറത്ത് ഓതുക? നിൽക്കാൻ കഴിയില്ലെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ. ഫാത്തിഹക്ക് നിൽക്കണം. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ നിന്ന് റുക്കൂഅ് കഴിയുമ്പോലെ ചെയ്ത് സുജൂദിന് കൂടുതൽ കുനിയാൻ പറ്റുമല്ലോ എന്നുള്ള ഒരഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് സുജൂദ് അവിടെ നിന്ന് തന്നെ ഒന്നും കൂടെ കുനിഞ്ഞ് ചെയ്താൽ മതി. സംഭവത്തിലേ ഉള്ളൂ. ഇനി കൂടുതൽ കുനിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരാൾ പിന്നെ ഒരു കസേരക്ക് ഇരിക്കുന്നെങ്കിൽ നമ്മളിപ്പോൾ അതിനെ എതിർക്കാനും പോകണ്ട എന്നുള്ള നിലക്കായിരിക്കും ഉസ്താദുമാർ കാര്യഗൗരവമായി അത് പറയാത്തത്. എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കണം. സഫു ഒപ്പിക്കുന്നിടത്ത് കസേര വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ സഫിനൊപ്പിച്ച് കസേരട്ട് കഴിഞ്ഞാൽ അയാള് ഖിയാമിന് നിൽക്കും. ആദ്യം മുതലേ ഇരുന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ കസേര സഫിനൊപ്പിച്ച് തന്നെയാണ് വേണ്ടത്. കാരണം ഇരുന്ന് നിസ്കരിക്കുന്നവൻ കാലുകൊണ്ടല്ല സഫൊപ്പിക്കേണ്ടത്, അവന്റെ ഇരുത്തം കൊണ്ടാണ്. അവന്റെ ഇരുത്തം കൊണ്ടാണ് സഫൊപ്പിക്കേണ്ടത്. അപ്പോ കസേര സഫിനൊപ്പിച്ച് തന്നെയാണ്. പക്ഷെ നിന്ന് നിസ്കരിക്കുന്ന കേസുകൾ അന്നത്തെ അധിക പ്രശ്നവും കൂടുതൽ സുജൂദൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നം. അവർ നിൽക്കേണ്ട വേണം നിസ്കാരത്തിന്റെ സമയം. അങ്ങനെയുള്ള കേസിൽ കസേര പിന്നോട്ടിടലല്ലാതെ ഒരു മാർഗവും നമ്മൾ കാണുന്നില്ല. കസേര ഇടുന്നുണ്ടെങ്കിൽ കസേര പിന്നോട്ടാക്കും. ബാക്കിലുള്ളവർക്ക് തടസ്സമാകും. ബാക്കിൽ ഒരു തൂണുണ്ടെങ്കിൽ തടസ്സം തന്നെയല്ലേ. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബാക്കിൽ കുട്ടികളെ നിർത്തി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും ആ മുന്നിലേക്കാണ് പോയിട്ട് സദസ്സിന് മൂപ്പര് സഫ് മുഴുവൻ അറിയാതെ മൂപ്പര് മാത്രം മുന്നിൽ ഇങ്ങനെ രണ്ടാമിമാവും ഈ ഒരു സ്വഭാവം ഒഴിവാക്കണം. അതെന്തായാലും നമുക്ക് ന്യായീകരിക്കാനാവാത്തൊരു സംഗതിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നടന്നു വരുന്ന അത് മുതലേ ഇരുന്ന് നിസ്കരിക്കുന്നവൻ സഫിനൊപ്പിച്ച് തന്നെയാണ്. അല്ലാത്ത നിസ്കാരക്കാരുടെ പറഞ്ഞു കസേര ഒന്ന് പിന്നോട്ടിടലായിരിക്കും ഫലം. അത്തീമൂ സഫൂഫക്കും റസൂലുള്ള പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സഫുകളൊപ്പിക്കണം, അണിയൊപ്പിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി ചോദിച്ചത് നിങ്ങളുടെ കൽബുകളും പൊരുത്തവും. അതാണ് മുഅ്മിനീങ്ങൾക്ക് പരസ്പരം പൊരുത്തല്ലാതെ കൽബ് ആശയപൊരുത്തല്ലാതെ കൽബിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയും വിരോധവുമായി മാറാനുള്ള കാരണം. സഫൊപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിബിധങ്ങൾക്ക് മാത്രമായി നൽകിയ പ്രത്യേകതകളിൽപ്പെട്ടതാണ് സഫൊപ്പിക്കുക, സലാം. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ഹദീസിൽ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് 2-3 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സഫ്, സലാം, ആമീൻ. ഇതൊക്കെ എൻ്റെ ഉമ്മത്തിന് പ്രത്യേകം തന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നബി തങ്ങളുടെ
പ്രഭാഷണം തുടരുന്നു. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവൻ ഇമാമു നിൽക്കണം. വിവരമുള്ളവനാണ് ഇമാമു നിൽക്കേണ്ടത്. ഒരു മഹല്ലത്തിൽ ഒരു വലിയ പ്രശ്നം. ആ മഹല്ലത്തിൽ വലിയൊരു ഉസ്താദ്, ഞാൻ പറയാതിരിക്കാൻ വലിയൊരു ഉസ്താദ്. ആ ഉസ്താദ് ഇമാമു നിൽക്കാൻ പറ്റൂല. ആ ഉസ്താദിന്റെ മക്കളും ഇമാമു നിൽക്കാൻ പറ്റൂല. നാട്ടുകാരുടെ നിയമമാണ്, പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. പറ്റൂല. എന്താ കാരണം? അവർ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യോജിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. അതിന്റെ പേരില് നിൽക്കാൻ പറ്റൂല. അവർ തീരുമാനമെടുത്തു. അപ്പൊ ആ ഉസ്താദ് വെള്ളിയാഴ്ച ഉസ്താദിന് എല്ലാവർക്കും അംഗീകാരമുണ്ട്. ഉസ്താദിന് നിൽക്കാം, ഉസ്താദിന്റെ മക്കൾക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഉസ്താദ് വെള്ളിയാഴ്ച എഴുന്നേറ്റ് എല്ലാവർക്കും ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ എന്റെ മക്കൾ ഇമാമെന്നൊക്കെ ആരോ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നിസ്കാരത്തിന്റെ ഫോർമും ഷർത്ത് വരണം. ആരാണ് എന്തെങ്കിലും ഒന്ന് കയ്യും തെറ്റിയാന്നത്രേ പറയണം. അതവിടെ ആധികാരികമായിട്ട് പറയേണ്ട സ്ഥലം. അതറിയുന്നവർ ഈ നാട്ടിൽ എന്റെ മക്കളെ ഉള്ളൂ. അവരാണ് ഇമാമ് നിൽക്കേണ്ടത്. പള്ളിയിൽ ഇമാമില്ലെങ്കിൽ അത് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ഇപ്പൊ തന്നെ പരിഹാരം കണ്ടോളാം. ആരും മിണ്ടില്ലാന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ആരൊന്നും പറയില്ല. പിന്നെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല. ഈ ഒരു തിരിച്ചറിവ് അല്ലേ? എല്ലാ സംഗതികളും അങ്ങനെയാണ്. എല്ലാ സംഗതികളും അങ്ങനെയാണ്. പള്ളിക്കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാൻ യോഗ്യതയുള്ള ഒരാളെ നാട്ടിലുണ്ടാവും. അയാൾ മാറ്റപ്പെട്ടു. അയാൾക്ക് ഒരു അഭിപ്രായം പറയാൻ പോലും അധികാരമില്ല. 50, 60, 75 കുട്ടികളെ നടത്തി ദർസ് നടത്തുന്ന ഉസ്താദാണ്. പക്ഷെ എന്താ, നമ്മുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങൂല എന്നതുകൊണ്ട് മാറ്റി നിർത്താൻ പാടില്ല. ചിന്തിക്കേണ്ട സംഗതിയാണ്. നിങ്ങളിൽ വിവരമുള്ളവൻ ഇമാമു നിൽക്കട്ടെ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനറിയുന്നവൻ, കിതാബ് അറിയുന്നവൻ, ഖുർആനിന്റെ അർത്ഥം അറിയുന്നവൻ, അത്തരയ്ക്കും അയാളാണ് ഇമാമു നിൽക്കേണ്ടത്. فإذا كبر فكبروا. رسول الله صلى الله عليه وسلم പറഞ്ഞു, എന്നിട്ടോ ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ അല്ലാഹു അക്ബർ എന്ന് ഇമാമ പറഞ്ഞു കഴിഞ്ഞാൽ ഫകബ്ബിറൂ, ഉടനെ നിങ്ങളും തക്ബീർ ചൊല്ലുക. പിന്നെ കാത്തു നിൽക്കരുത്. ഖുർആൻ അങ്ങോട്ട് നോക്കി ഇമാമ കുറച്ച് അങ്ങോട്ട് ആവട്ടെ എന്ന് കരുതി കാത്തു നിൽക്കരുത്. ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ ഉടനെ അതിൽ ഇടപെട്ടുകൊള്ളുക. ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേണ്ടത്.